പിന്നെ എന്താ 16 ലക്ഷം? അതാണ് എനിക്ക് മനസ്സിലാവാത്തേ. 16 ലക്ഷം, ചിലപ്പോൾ 15 ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത്. 16ന്റെ കണക്ക് എനിക്ക് അറിയത്തില്ല. 15 ലക്ഷം, ചിലപ്പോൾ 15 ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലേ പറയുന്നത്. പറയണോ? പറഞ്ഞോളൂ. 16 എത്രയാണ് പറഞ്ഞത്? 16 എത്രയാണ് പറഞ്ഞത്? അത് ഘട്ടം ഘട്ടമായിട്ടാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. സത്യത്തിൽ എത്ര കൊടുത്തു? ഒന്നും കൊടുത്തില്ല. 1 ലക്ഷമാണ് 50 ഞാൻ കൊടുത്തത്. ഇനി 50,000 കൊടുത്തു. 50,000 അഡ്വാൻസ് കൊടുത്തു. ബാക്കി 50,000 അങ്ങനെ കൊടുത്തു. ബാക്കി ഇവിടുന്ന് കിട്ടി കഴിയുമ്പോ എത്ര നാള് നിൽക്കുന്നു അതനുസരിച്ച് കൊടുക്കും. എന്റെ അടുത്ത് ഡയറക്റ്റ് പറഞ്ഞതാണ്. ഓക്കെ, വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം. അമ്മ സത്യം പറഞ്ഞില്ല. ഓക്കെ, വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം. അമ്മ സത്യം പറഞ്ഞില്ല. ഓക്കെ, എന്താണ് അനുമോൾ അങ്ങനെ പൈസ എല്ലാം കൊടുത്തോ? ഇല്ല, ഇതുവരെ ഒന്നും കൊടുത്തിട്ടില്ല. പിആറിന് എത്ര പൈസ കൊടുത്തു? 1 ലക്ഷം. 1 ലക്ഷം കൊടുത്തു. ഞാൻ ഇപ്പോഴും ഇവിടെ പറയാണ് ഞാൻ കൊടുത്തിട്ടില്ല എന്ന്. ഞാൻ പറയുന്നത് ഇപ്പോഴും ഞാൻ പറയണേ, മൈക്കിട്ട് ഞാൻ പറയണേ, ഞാൻ കൊടുത്തിട്ടില്ല. ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു എന്നെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് പേരുണ്ട്. എനിക്ക് നിനക്കറിയാം, ഞാൻ ദൈവത്തെ അല്ലാണ്ട് വിശ്വസിക്കുന്ന ആളാണ്. അതെ, അപ്പൊ ആ ദൈവത്തെ കൊണ്ട് ഞാൻ സത്യത്തിൽ പറയണേ, ഞാൻ കൊടുത്തിട്ടില്ല. ഒന്നും കൊടുത്തിട്ടില്ല. പോയിട്ട് ബാക്കി കൊടുക്കണം. ഇല്ല, ഒരിക്കലും. കാരണം ഞാൻ പിശിക്കുകയാണ്. ഈ PR ആയിട്ട് 1 ലക്ഷം രൂപയാണ് പറഞ്ഞിരുന്നത്. 50,000 കൊടുത്തു. 50,000 ബാക്കിയുള്ളതാണ് നമ്മൾ പറഞ്ഞത്. കള്ളം പറഞ്ഞു. നമ്മൾ ആകെ എനിക്ക് തന്നത് ഞാൻ കാണിച്ചു കേട്ടോ. അപ്പൊ അതിന് കള്ളം പറഞ്ഞാണോ? ആ കള്ളം പറഞ്ഞു. അനുമോൾ ആകെ തന്ന കാശാട്ടോ തോന്നുന്നു. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. അതിന് ജയിപ്പിച്ച് തരാമെന്നും ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിന് സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവരുടെ ഞങ്ങളാണ് ചെയ്തത്. നമ്മൾ സർപ്രൈസ് ചെയ്ത കാര്യം പുറത്ത് പറയുന്നത് അങ്ങനെയാണ്. അതായത് അനുവിനെ ജയിപ്പിക്കുന്നത് PR ആണ്. അനുവിനെ ജയിപ്പിക്കുന്ന അതായത് അനു പകുതി വഴി എത്തിയപ്പോഴേക്കും അവരങ്ങ് ഡിക്ലെയർ ചെയ്ത് തുടങ്ങി അനുവിനെ ഞങ്ങൾ ജയിപ്പിച്ചു. അതെ, അപ്പം കേട്ടോ, ഞാൻ പറഞ്ഞു ഞാൻ അനുമോളുടെ കൂടെ അല്ലായിരുന്നു. നിങ്ങൾ അനുമോൾ എല്ലാവരും പിച്ച് ചെയ്യുന്നത്. എനിക്ക് ഞാൻ എഴുതി വെച്ചാൽ അനുമോൾ ഒരു 50 ദിവസം 60 ദിവസം എവിക്റ്റ് ആയിട്ട്, നാണം കിട്ടിയ എവിക്റ്റ് ആയിട്ട്, ആ പെണ്ണിനെതിരെ അടുത്തൊരു 10 കൊല്ലത്തേക്ക് സൈബർ അറ്റാക്ക് പിടിച്ച് ആ പെണ്ണിന്റെ കരിയർ അടക്കം നശിപ്പിച്ച് ആ പെണ്ണ് വഴിതാരാണ്. എങ്ങനെ ഇരിക്കണം?